ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേൽ ഇരിക്കുന്നു. ആവർത്തന പുസ്തകം 11-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പ്രഭാതത്തിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി വാഴ്ത്തപ്പെട്ടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലും ദൈവശബ്ദവുമായി നിങ്ങളുടെ കാതുകളിലേക്ക് എത്തുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ച വലിയ കൃപയോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ പ്രഭാത വന്ദനത്തെ ഞാൻ അറിയിച്ച് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. കർത്താവ് നിങ്ങൾ എല്ലാവരെയും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവ് അനുഗ്രഹിച്ച് തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഉപജീവന മാർഗങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ദൈവം അതിലുള്ള വഴികളെ തുറന്നു തരട്ടെ. അതുപോലെ ഇന്നത്തെ ദിവസത്തിൻ്റെ നിങ്ങളുടെ യാത്രകളെല്ലാം ശുഭമായിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് രോഗികളായി ഭാരത്തോടെ നിരാശകളോടെ കണ്ണുനീരുകളോടുകൂടെയൊക്കെ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെയൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവമെല്ലാം ആവശ്യമായിരിക്കുന്നതെല്ലാം നൽകി നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ഈ പ്രഭാത സമയത്തിൽ ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ഒരു കൊച്ചു വേദഭാഗത്തെ ഞാൻ ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നു. ആവർത്തന പുസ്തകം 11-ാമത്തെ അധ്യായം അതിൻ്റെ 10, 11, 12 വാക്യങ്ങൾ, ഈ 3 വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നു. നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശം നീ വിട്ടുപോകുന്ന മിസ്രയീം ദേശം പോലെയല്ല. അവിടെ നീ വിത്ത് വിതച്ചിട്ട് പച്ചക്കറിത്തോട്ടം പോലെ നിന്റെ കാലുകൊണ്ട് നനയ്ക്കേണ്ടി വന്നു. അതിൻ്റെ 11-ാമത്തെ വാക്യം, നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശമോ മലകളും താഴ്വരകളും ഉള്ളതായി ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്നതും നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ദേശം ആകുന്നു. അതിൻ്റെ 12-ാമത്തെ വാക്യം, ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേൽ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ഒരു അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗം നമ്മൾ വായിച്ചു. ഒന്നാമത് അവിടെ പറയുന്നു, ദൈവം മിസ്രയീമിൽ നിന്ന് ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട ഇസ്രായേൽ ജനത്തോട് പറയുകയാ, നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശം നീ വിട്ടുപോന്ന മിസ്രയീം ദേശം പോലെയല്ല. നീ മിസ്രയീം ദേശത്ത് കഥ പറയുക, നീ മിസ്രയീം ദേശത്ത് അവിടെ നീ വിത്ത് വിതച്ചു പച്ചക്കറി തോട്ടം പോലെ നിന്റെ കാലുകൊണ്ട് നനയ്ക്കേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ ഇസ്രായേൽ ജനത്തോട് കർത്താവ് പറയുകയാണ്, നീ അവിടെ മിസ്രയീമിലായിരുന്നപ്പോൾ അവിടെ നീ വിത്ത് വിതച്ച് നീ പച്ചക്കറി തോട്ടം എങ്ങനെ നടത്തുന്നു, എങ്ങനെ നീ പരിപാലിക്കുന്നുവോ അതുപോലെ നിൻ്റെ കാലുകൊണ്ട് നീ നടന്ന് നിനക്കതിനെ നനയ്ക്കേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് പറയുക, നീ നിൻ്റെ മിസ്രയീം ദേശത്തിനകത്ത് നീ ജീവിച്ചു, കാര്യമൊക്കെ ശരി. പക്ഷെ നീ ജീവിച്ചപ്പോൾ അവിടെ ഒത്തിരി കഷ്ടപ്പാടുകൾ അനുഭവിച്ചു. നീ നിൻ്റെ സ്വന്തത്തിൽ നിന്നുകൊണ്ട് നീ നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ നിൻ്റെ ജീവിതത്തെ നീ വില കൊടുത്ത് അല്ലേ അതിനു വേണ്ടി നീ അധ്വാനിച്ചു, നീ നടന്നു, നീ ജീവിച്ചു. നീ ജീവിച്ചില്ല എന്ന് പറയുന്നില്ല, നിനക്ക് ജീവിച്ചു. കാരണം ഈ മിസ്രയീമിൻ്റെ അടിമത്വത്തിനകത്തായിരുന്നപ്പോഴും ഇവർക്ക് ഭക്ഷണം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ട്. പക്ഷേ എങ്കിലും ഇവരെ ഫറവോൻ ഒരുപാട് കഷ്ടപ്പെടുത്തുവാനിടയായിത്തീർന്നു. അതാണ് വേദപുസ്തകം പറയുന്നത്, നീ അവിടെ വിത്ത് വിതച്ച് പച്ചക്കറി തോട്ടം പോലെ നിൻ്റെ കാലുകൊണ്ട് നനയ്ക്കേണ്ടി വന്നു. നിൻ്റെ കാലുകൊണ്ട് തന്നെ അത് നനയ്ക്കേണ്ടി വന്നു. നീ അവിടെ എല്ലാം ചെയ്ത് സ്വന്തമായിട്ട് ചെയ്ത് അധ്വാനിച്ച് നീ അവിടെ എല്ലാം ചെയ്യേണ്ടി വന്നു. എന്നാൽ 11-ാമത്തെ വാക്യത്തിൽ പറയും, അവിടെ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും, നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശമോ, നിങ്ങളായിരുന്ന ദേശം മിസ്രയീം ഇങ്ങനെയായിരുന്നു. എന്നാൽ ദൈവം പറയുന്നു, നിങ്ങൾ ഇനി കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശം അവിടെ മലകളുണ്ട്, അവിടെ താഴ്വരകൾ ഉണ്ട്. ഹല്ലേലൂയ. അതായത് അവിടെയും ഉയർച്ചയും താഴ്ചകളുമൊക്കെ ഉണ്ട്. എങ്കിലും വചനം പറയുന്നു, അവിടെ ഉള്ളതായി ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്നതും വചനം പറയുന്നത്, അവിടെ നീ വെള്ളം കോരി ഒഴിക്കണ്ട. അല്ലെങ്കിൽ പിന്നെ എന്തോ പറയുന്നത്, ആകാശത്ത് നിന്ന് പെയ്യുന്ന
മഴവെള്ളം കുടിക്കുന്നതും നിൻ്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു. ഹല്ലേലൂയ. നോക്കണമേ, ഇന്നലകളിൽ നീ ആയിരുന്ന ഇടത്ത് നീ അധ്വാനിച്ചിട്ടൊന്നും ഫലം കണ്ടില്ലായിരിക്കാം. ഇന്നലകളിൽ നീ ആയിരുന്ന സ്ഥാനത്ത് നീ ചെയ്തിട്ടൊന്നും ഫലം കണ്ടില്ല. നീ പലതും വിതച്ചു, പക്ഷേ നീ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും മുളച്ചു വന്നില്ല. നീ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും ഫലം കിട്ടിയില്ല. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ദൈവം കൊണ്ടെത്തിക്കുവാൻ പോകുന്ന ഈ ദേശം, ദൈവം നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ ആ നന്മ, ദൈവം നിങ്ങൾക്ക് തരാമെന്ന് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് അവകാശമാക്കി തരാമെന്ന് പറഞ്ഞതെല്ലാം കർത്താവ് നിങ്ങളുടെ ഉള്ളം കയ്യിലേക്ക് തരുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, അതിനുവേണ്ടി നിങ്ങൾ ഓടേണ്ട കാര്യമില്ല. അതിനുവേണ്ടി എന്താണോ ആവശ്യമുള്ളത്, അതിന് വെള്ളം ആവശ്യമാണെങ്കിൽ വചനം പറയുന്നു, അതിനെ ഞാൻ ആകാശത്ത് നിന്ന് പെയ്യിക്കും. ഹല്ലേലൂയ. പിന്നെയും പറയുന്നു, ദൈവം പരിപാലിക്കുന്നതുമായ ദേശം. എന്താ ദൈവം പരിപാലിക്കുന്ന ദേശം? ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ ഒരു കൃഷിയെ പരിപാലിക്കുന്നത് പോലെ ദൈവം വചനം പറഞ്ഞു, ദൈവം അതിനെ പരിപാലിക്കും. ദൈവം തന്നാൽ ദൈവത്തിനറിയാം അതെങ്ങനെ പരിപാലിക്കണമെന്ന്. ദൈവം തന്നാൽ ദൈവത്തിനറിയാം അതെങ്ങനെ കൊണ്ടുപോകണമെന്ന്. ദൈവം തന്നാൽ ദൈവത്തിനറിയാം അതിനകത്ത് നഷ്ടമുണ്ടാകരുത്, അതിനകത്ത് ഒരു പുഴു കയറരുത്, അതിനെ നഷ്ടപ്പെടുത്തുന്ന, അതിനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു കീടാണുക്കൾ പോലും അതിനകത്ത് കയറരുതെന്ന് എൻ്റെ ദൈവത്തിന് ഉറപ്പുണ്ട്. എൻ്റെ ദൈവത്തിനത് അറിയാം. അതിനെ എങ്ങനെയാണ് പരിപാലിക്കേണ്ടത്, അതിനെ ഞാൻ എങ്ങനെയാണ് നോക്കേണ്ടത്, എൻ്റെ മക്കളുടെ കയ്യിലിരുന്നാൽ എങ്ങനെ എൻ്റെ മക്കൾക്ക് ഞാനതിനെ കൊടുക്കണമെന്ന് എൻ്റെ സർവശക്തനായ ദൈവത്തിന് നല്ലതുപോലെ അറിയാം. ദൈവം പറയുന്നു, യഹോവ പരിപാലിക്കുന്നതുമായ ദേശം ആകുന്നു അത്. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് ഈ വചനത്തിൽ നിന്ന് കൈമാറാം. ദൈവം തരാൻ ആഗ്രഹിക്കുന്നത്, ദൈവം തരുന്നത് അത് നിങ്ങൾ പരിപാലിക്കേണ്ടതല്ല, പിന്നെയോ അത് ദൈവം പരിപാലിക്കുന്ന ദേശമാണ്. ഹല്ലേലൂയ. അതിനകത്ത് ശത്രു കടന്നു വരികയില്ല പ്രിയമുള്ളവരെ. അതിനകത്ത് ശത്രു ആധിപത്യം പറയുകയില്ല. അതിനകത്ത് ശത്രു ഒന്നും എടുത്തുകൊണ്ടു പോകുവാൻ കഴിയുകയില്ല. അതിനകത്ത് ശത്രുവിന് കടക്കുവാൻ കഴിയുകയില്ല. കാരണം എന്താ? ദൈവം പരിപാലിക്കുന്നത്. അതിനെ ദൈവം പരിപാലിക്കുന്നതിനെ ശത്രുവിനെ എടുത്തു കളയുവാൻ കഴിയത്തില്ല. അവൻ എങ്ങനെ എടുക്കുന്നത്? അവന് കടന്നു വരാൻ പോലും പറ്റത്തില്ല. അവൻ അതിനകത്ത് കയറുവാൻ കഴിയത്തില്ല. പിന്നെ എങ്ങനെ അവൻ എടുക്കും? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് കൈമാറാം. നിങ്ങൾ ഒത്തിരി അധ്വാനിച്ചു. നിങ്ങൾ പഴയ ഇടത്തായിരുന്നപ്പോൾ, നിങ്ങൾ മുമ്പിലത്തെ അവസ്ഥയിലായിരുന്നപ്പോൾ നിങ്ങൾ ഒരുപാട് അധ്വാനിച്ച് കാണും, ഒരുപാട് പലതുമൊക്കെ ചെയ്തു കാണും, ഒരുപാടൊക്കെ പ്രതീക്ഷിച്ച് കാണും. പക്ഷെ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും നിങ്ങളുടെ ജീവിതത്തിനകത്ത് നേടുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് കൈമാറാം. യഹോവ തരുന്ന ആ ദേശത്തേക്ക്, ദൈവം പറയുന്ന ആ നന്മയിലേക്ക്, ദൈവം കൽപ്പിക്കുന്ന ആ ദേശത്തിലേക്കൊന്ന് ചെല്ലുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അവിടെ കുന്നുകളും നമ്മുടെ കുന്നുകളും താഴ്വരകളുമൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. ഉയർച്ചയും താഴ്ചയുമൊക്കെ അവിടെ ഉണ്ടായിരിക്കും. എങ്കിലും യഹോവ തരുന്ന നന്മ അതവൻ പരിപാലിച്ച് വച്ചേക്കുന്നത്. ഹല്ലേലൂയ. അവിടെ ഉയർച്ചകളും താഴ്ചകളും, അവിടെ കുന്നുകളും മലകളും മലകളും താഴ്വരകളും എല്ലാം ഉണ്ട്. എങ്കിലും വചനം പറയുന്നു, അവിടെ നിനക്ക് ആവശ്യമായതെല്ലാം ഞാൻ പരിപാലിച്ച് അവിടെ നിന്നെ നോക്കി കാത്തിരിക്കുകയാണ്. നീ ഇന്ന് പകൽക്കാലം അവിടേക്കൊന്ന് എത്തുവാൻ നിങ്ങൾ തയ്യാറാണോ? നിൻ്റെ ജീവിതത്തെ ഇന്ന് പകൽക്കാലം യേശുവിന് കൊടുക്കുവാൻ തയ്യാറാണോ? ദൈവത്തിൻ്റെ സന്നിധിയിലേക്കൊന്ന് എത്തുവാൻ, ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് എത്തുവാൻ, ദൈവം വച്ചിരിക്കുന്ന ആ ദേശത്തിനകത്തേക്കൊന്ന് കാൽ ചവിട്ടുവാൻ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, മാതാവേ പിതാവേ, നിങ്ങൾ തയ്യാറാണോ? ഇന്ന് പ്രഭാതത്തിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് അത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരുത്തൻ കേട്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, അവൻ ലോകത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി കാത്തു വച്ചിരിക്കുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ അവൻ ഒരുക്കി കാത്തുവച്ച് അവൻ ഒരുക്കിയിരിക്കുന്ന ആ ദേശത്തിലേക്കൊന്ന് കാലെടുത്ത് വയ്ക്കുവാൻ ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ ശബ്ദം കേൾക്കുന്നവർക്ക് കഴിയുമോ? ഈ പ്രഭാതത്തിൽ ദൈവം നിങ്ങളെ അതിലേക്ക് കൊണ്ടുപോകാൻ പോകുക. ദൈവം പരിപാലിക്കുന്ന ആ ദേശത്തേക്ക്, ദൈവം കാത്തുവച്ചിരിക്കുന്ന ആ നന്മയിലേക്ക്. ഇതുവരെ ശത്രുവിൻ്റെ നന്മകൾ എടുത്തുകൊണ്ടുപോയില്ലേ? ഇതുവരെ ശത്രുവിൻ്റെ അനുഗ്രഹങ്ങൾ എടുത്തുകൊണ്ടുപോയില്ലേ? ഇതുവരെ ശത്രുവിൻ്റെ കൃഷികളെ അവൻ ചൂഷണം ചെയ്തില്ലേ? നിന്റെ കൃഷിക്ക് മാത്രം ഫലമില്ല, തൊട്ടപ്പുറത്ത് നിൽക്കുന്നവന് 100 മേനി കൊയ്യുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് കൈമാറാം. എന്നാൽ ദൈവം ഒരുക്കുന്ന ഇടത്ത്, ദൈവം പരിപാലിക്കുന്ന ചിലതുണ്ട്. അത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി കാത്തു വച്ചിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം
ആ ദേശത്തിലേക്ക് ഒന്ന് കാലെടുത്ത് വയ്ക്കുക. എൻ്റെ ദൈവം നിങ്ങളെ സ്വാഗതം ചെയ്യുക. പ്രിയ സഹോദര സഹോദരി, മാതാവേ പിതാവ്, ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ അവൻ വചനം പറയുന്നു, അവൻ അതിൻ്റെ 12-ാമത്തെ വാക്യം, ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിൻ്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിൻ്റെ മേൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, അവൻ ആണ്ടിൻ്റെ ആരംഭ ദിവസം മുതൽ അവസാനത്തെ ദിവസം വരെ 365 കാൽ ദിവസം വരെ ദൈവം പറയുന്നു, എൻ്റെ ദൃഷ്ടി എപ്പോഴും അതിൻ്റെ മേൽ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. അതിനകത്ത് ഒരു പുൽച്ചാടി കടന്നു വന്നാൽ, ഹല്ലേലൂയ, നിൻ്റെ കൃഷിയിടത്തിനകത്ത് ഒരു പുൽച്ചാടി കടന്നു വന്നാൽ നിൻ്റെ നന്മയിലേക്ക് അതിനെ കട്ട് ചെയ്തിടുവാൻ, നിൻ്റെ നന്മകളെ കട്ട് ചെയ്തിടുവാൻ ഒരു വീട്ടിൽ കടന്നു വന്നാൽ, ഒരു പുൽച്ചാടി കടന്നു വന്നാൽ അതിനെ എങ്ങനെ അതിനകത്ത് കടക്കുവാൻ കഴിയും? ദൈവം പരിപാലിക്കുന്നതിനകത്ത് വെട്ടിയിടുവാൻ ശത്രുവിന് കഴിയുകയില്ല. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് കൈമാറാം, ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൽ പ്രത്യാശ വച്ച്, ദൈവം കൽപ്പിക്കുന്ന, ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന സ്ഥലത്തേക്കൊന്ന് എത്തുവാൻ നിങ്ങൾ തയ്യാറാണോ? കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതിനെ ദൈവം പരിപാലിക്കും. അവൻ്റെ ദൃഷ്ടി ആരംഭം മുതൽ അവസാനം വരെ, വർഷത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിങ്ങളോട് കൂടെയിരിക്കും. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നു. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വീണ്ടും ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഈ പ്രിയ മക്കളുമൊത്ത് കർത്താവെ സംസാരിക്കുവാൻ, ചില ദൈവികാലോചനകളിലൂടെ പങ്കിടുവാൻ സ്വർഗ്ഗത്തിൽ ദൈവമണിയെ സഹായിച്ചതിനോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ ദിവസം ദൈവം പരിപാലിക്കുന്ന, ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ദേശത്തേക്ക് കടക്കുവാൻ ദൈവം ഈ ജനത്തെ സഹായിക്കണമേ. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല നന്മകളെ കർത്താവ് കൊടുക്കണം, അനുഗ്രഹിക്കണമെന്ന് ഇന്നത്തെ ദിവസം കർത്താവ് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി മാറട്ടെ. ദൈവിക നന്മകളും അനുഗ്രഹങ്ങളും വിടുതലുകളും എല്ലാം ഇവരുടെ മേൽ ദൈവം കൈമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ദാരിദ്ര്യത്തിനകത്തായിരിക്കുന്നവർക്ക് ദൈവം വിടുതലുകൾ കൊടുക്കണം. ഉപജീവന മാർഗ്ഗങ്ങളില്ലാത്തവർക്ക് ദൈവം ഉപജീവനത്തിൻ്റെ മേഖലകൾ തുറന്നു കൊടുക്കണമേ. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് വലിയൊരു നന്മ അവരുടെ കരത്തിലേക്ക് ദൈവം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല പേരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ശബ്ദപരിധിക്കുള്ളിലായിരിക്കുന്ന, എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിച്ച് ദൈവം നടത്തണം. ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കണം, വിടുവിക്കണം. ക്രിസ്തു യേശു മൂലം പ്രാർത്ഥന കേൾക്കണം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഈ ദൈവശബ്ദത്തിൻ്റെ നടുവിലേക്ക് വീണ്ടും നമ്മൾ ഒരുമിച്ച് കാതോർക്കണം. കർത്താവിൻ്റെ കൃപയും കരുതലും എല്ലാം നിങ്ങളോട് കൂടെയിരിക്കും. സമൃദ്ധിയായി അനുഗ്രഹിക്കും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.